നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അധികാരം ആസ്വദിക്കാനല്ല മൂന്നാം മൂഴം. വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നിർണായകം. അടുത്ത 100 ദിവസം ഊർജത്തോടെ പ്രവർത്തിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അടുത്ത 100 ദിവസം ഊർജത്തോടെ പ്രവർത്തിക്കണമെന്നും BJP നേതാക്കളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വിശ്വാസവും പിന്തുണയും നേടുകയാണ് ഓരോ പാർട്ടി അംഗങ്ങളുടെയും ദൗത്യമെന്ന് മോദി ചൂണ്ടിക്കാട്ടി. BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 5 വർഷം ഇന്ത്യയെ കൂടുതൽ ഉയരത്തിൽ എത്തിക്കണം. ദരിദ്രരുടെയും മധ്യവർഗക്കാരുടെയും ജീവിതം കൂടുതൽ മെച്ചപ്പെടണം. കോടിക്കണക്കിന് സ്ത്രീകളുടെയും യുവാക്കളുടെയും ദരിദ്രരുടെയും സ്വപ്നങ്ങളാണ് മോദിയുടെ സ്വപ്നങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രപരമായ പല തീരുമാനങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്വീകരിച്ചു. 5 നൂറ്റാണ്ട് കാത്തിരുന്ന രാമക്ഷേത്രം നിർമ്മിക്കാനായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കി. രാജ്യത്തിന് വേണ്ടി പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നതിനും വനിതാ സംവരണ ബില്ല് പാസാക്കാനും സാധിച്ചെന്നും മോദി ചൂണ്ടിക്കാട്ടി. NDA 400 സീറ്റിൽ എത്തുമെന്ന് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്നു. അതിനായി BJP 370 എന്ന മാന്ത്രിക സംഖ്യ കടക്കണം. രാജ്യത്തെ വികസന കുതിപ്പ് തുടരാൻ BJP അധികാരത്തിൽ മടങ്ങിയെത്തും. BJP പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ലെന്നും രാഷ്ട്രത്തിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരം ആസ്വദിക്കാനല്ല താൻ മൂന്നാം മൂഴം ആവശ്യപ്പെടുന്നത്. പുതിയ ഓരോ വോട്ടർമാരിലേക്കും എത്തണം. എല്ലാവരുടെയും വിശ്വാസം നേടണം. NDA 400 സീറ്റ് നേടണം. NDA 400 സീറ്റ് നേടണമെങ്കിൽ BJP 370 സീറ്റെങ്കിലും നേടണം. കൂട്ടായ പ്രവർത്തനമുണ്ടായാൽ BJP കൂടുതൽ സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഞാൻ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമങ്ങൾ നടപ്പാക്കിയ സർക്കാരാണിത്. ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കി. സമൂഹത്തിൽ താഴെപ്പെട്ടവർക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിച്ചത്. BJP കേഡർമാർ രാജ്യത്തിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണ്. പുതിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമായി. അഴിമതിരഹിത സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ചത്. കോൺഗ്രസ് BJP സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യയുടെ മുന്നേറ്റം ലോകം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ പറ്റിയാണ് ലോക രാജ്യങ്ങൾ സംസാരിക്കുന്നത്. എല്ലാ മേഖലയിലും നേട്ടമുണ്ടാക്കാനായി. അടുത്ത 5 വർഷം ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. ദരിദ്രരുടെയും മധ്യവർഗക്കാരുടെയും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തണം. കോടിക്കണക്കിന് സ്ത്രീകളുടെയും യുവാക്കളുടെയും ദരിദ്രരുടെയും സ്വപ്നങ്ങളാണ് മോദിയുടെയും സ്വപ്നങ്ങൾ. ചരിത്രപരമായ പല തീരുമാനങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനിടെ എടുത്തു. 5 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാമക്ഷേത്രം നിർമ്മിക്കാനായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കി. രാജ്യത്തിന് വേണ്ടി പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നതിനെ പറ്റി വനിതാ സംവരണ ബില്ല് പാസാക്കി. പ്രധാനമന്ത്രി ഇവയൊക്കെ പറഞ്ഞു. എന്നാലും കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പോടെ മനസ്സിലാക്കാം.